നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. സിനിമാ സമരം, ഇന്നലെ ചാനലുകൾ മൊത്തം സിനിമാ സമരത്തെക്കുറിച്ച് സുരേഷ് കുമാർ, വിജയകുമാർ തുടങ്ങിയുള്ള പ്രൊഡ്യൂസർമാർ പറഞ്ഞേക്കുന്നത് അങ്ങ് തകർത്ത് കൊണ്ടാടുകയായിരുന്നു. ആരാണ് ഇതിനകത്ത് ഉത്തരവാദി? പ്രൊഡ്യൂസർമാരാണോ, നടന്മാരാണോ, പ്രേക്ഷകനാണോ? എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കിട്ടിയത് ഈ ചാനലിനകത്തെ ഇവർ ലൈവ് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ടുള്ള കമൻസ് കണ്ടിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസർമാരായിട്ടുള്ള ഇവരെല്ലാം പറയുമ്പം ഇവരെല്ലാം സത്യം പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്മാരുമായിട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ചുമ്മാ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ജനങ്ങൾക്ക് സിനിമ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് തന്നെയാണ് ആ കമൻസിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കമൻസിനകത്തും ജനങ്ങൾക്ക് സിനിമ കാണണമെന്ന് മുട്ടിതിരിക്കൊന്നുമല്ല. മലയാള സിനിമ കണ്ടില്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ സിനിമകൾ കാണുന്നവരാണ് ഇപ്പം മലയാളി പ്രേക്ഷകർ. രീതികൾ മാറി. പിന്നെ ഇത് ഏറ്റവും എനിക്ക് പറ്റിക്കുന്ന രീതിയിൽ തോന്നിയത് ജൂണിലാണ് സമരം തുടങ്ങുന്നത്. ജൂണിൽ നല്ല ഗംഭീര മഴയുള്ള സമയത്ത് നല്ല സിനിമകളൊന്നും ഇറങ്ങത്തില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഏപ്രിലിൽ സമരം തുടങ്ങും. എന്താ അതിന് പറ്റാത്തത്? ഭയങ്കരം വിഷനോടുകൂടി സമരം ചെയ്യുമല്ലേ. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ ഇഷ്ടം പോലെ സിനിമകളുണ്ട്. ഏപ്രിലോ മെയ്യിലോ സമരം ചെയ്ത് ആ മെയിൻ സിനിമകളെല്ലാം കഴിയുമ്പോൾ ജൂണിൽ ആരൊരു പട്ടിക്കുഞ്ഞു പോലും പടം ഇറക്കാത്ത സമയത്ത് സമരം ചെയ്യുന്നു. അന്നേരം അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. 2, പ്രതിഫലത്തുക കൂടുതൽ കുറയ്ക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ മമ്മൂട്ടിയും മോഹൻലാലും പ്രതിഫലത്തുക കുറയ്ക്കുന്നത് അവർ നിങ്ങൾ താല്പര്യമുള്ളൊരു പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നാണല്ലോ അവരും പറയുന്നത്. ഏത് നടന്മാർക്കാണ് ആലോചിക്കുക, ഏത് നടന്മാർക്കാണ് പ്രൊഡക്ഷൻ കമ്പനി ഇല്ലാത്തത്? ഇത് ജനങ്ങൾക്കൊക്കെ കൊച്ചു കുട്ടികളുണ്ട് പുറത്ത്. ശരിയാണ്, പ്രൊഡ്യൂസർമാർക്കൊന്നും പടം കിട്ടുന്നില്ല, അതാണ് സത്യം. കാരണം അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ തന്നെ വിതരണം ചെയ്യുന്നു, എല്ലാം അവർ തന്നെ, സിനിമ നടന്മാർ തന്നെയാണ്. ഇതിന് തടയിടാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. പ്രൊഡ്യൂസർമാർ കടന്ന് ആഞ്ഞു കുത്തിച്ചേരിച്ചാലും പറ്റത്തില്ല. കാരണം ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങനെ എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റാണ്. പിന്നെ പ്രതിഫലത്തുകയെക്കുറിച്ച് പറയുന്ന നടന്മാരുടെ വാല്യൂ അനുസരിച്ചാണ്. ഒരിക്കലും ഈ സുരേഷ് കുമാർ തന്നെ ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ മകൾ കീർത്തി സുരേഷ് തമിഴ് മേടിക്കുന്ന പ്രതിഫലം മലയാളത്തിൽ കിട്ടുമോ? ഇല്ല. അന്നേരം എല്ലാ രീതിയിലും അവരവർക്ക് കാര്യങ്ങൾ വരുമ്പോൾ അവരവരൊക്കെ ഓക്കെയാണ്. മമ്മൂട്ടിയും മോഹൻലാലും പ്രൊഡക്ഷൻ കമ്പനി എല്ലാം നിർത്തി ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സിന് പടമൊക്കെ കൊടുക്കുന്ന രീതിയൊക്കെ ആണെങ്കിൽ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും ഇല്ല. ആസിഫ് അലിക്കോ ടോവിനോയ്ക്കോ എല്ലാവർക്കും പ്രൊഡക്ഷൻ കമ്പനികളെല്ലാം ഉണ്ട്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാര്യങ്ങൾ ഇതാക്കുന്നു. ഇതൊന്നും ജനങ്ങളെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഞാനൊരു ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ അതിനൊക്കെ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത്. തിയേറ്ററിൽ പോകുമ്പം ഒരു ടിക്കറ്റിന് 150 രൂപ വെച്ച് നമ്മൾ ബുക്ക് മൈ ഷോയിൽ അല്ലെങ്കിൽ 150 രൂപ വെച്ച് 4 പേരാണ് പോകുന്നതെങ്കിൽ 600 രൂപ ടിക്കറ്റിന് തന്നെ. അന്നേരം ടിക്കറ്റ് എടുക്കാൻ എന്തായാലും നമ്മൾ സിനിമ കാണാൻ പറ്റത്തില്ല. 3 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ടിക്കറ്റ് അല്ലേ നിർബന്ധമാണ് താൻ. പിന്നെ ഇനി അടുത്ത കാര്യം, അവിടെ പുറത്തുനിന്ന് ഫുഡ് അനുവദിക്കത്തില്ല. ഇപ്പം മാളുകളിലൊന്നും വലിയ പ്രശ്നങ്ങളാണ്. അവിടെ ഉണ്ടാക്കുന്ന ഒരു പോപ്കോണിന് പോലും 100, 150, 200 രൂപയാണ്. ഒരു 10,000, 1,500 രൂപ ഇല്ലാതെ സിനിമ കാണാൻ പറ്റത്തില്ല. ഈ ഒന്നുകിൽ ടിക്കറ്റ് ചാർജും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കുക, ഇതിനെക്കാട്ടി കൂടുതൽ വോളിയം വിൽക്കുകയും ചെയ്യും. ഇതിനൊക്കെ ജനങ്ങളാണ് സത്യം പറഞ്ഞാൽ സമരം ചെയ്യേണ്ടത്. ജനങ്ങളെ പിഴിയുകയാണ്. ഒന്നാമത് കേരളം വളരെ സാമ്പത്തികമായിട്ട് പുറകോട്ടിലുണ്ടെങ്കിൽ അന്നേരം ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് പോകുമ്പോൾ ഇത്രയും ചിലവാണെങ്കിൽ OTT വന്ന് കണ്ടാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണും. അന്നേരം സിനിമാ സമരം എന്നുള്ള പ്രഹസനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ടും സിനിമാ സമരങ്ങൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ നേടിയിട്ടുണ്ടോ? ഒന്നും നേടിയിട്ടില്ല. പണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ, ഇതുമായിട്ട് ബന്ധമില്ലാതെങ്കിൽ പോലും പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഭയങ്കര വിഷ്ണുവോട് കൂടി പറഞ്ഞിട്ടുണ്ട്, അതായത് അന്യഭാഷാ സിനിമകൾ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തെറ്റായ കാര്യമാണ്. ഇത് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം തന്നെ പിൽക്കാലത്ത് വിജയുടെയും പ്രഭാസിൻ്റെയൊക്കെ സിനിമ ഗംഭീരമായ ആഘോഷത്തോടുകൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അന്നേരം സിനിമക്കാരെ ജനങ്ങൾക്ക് അത്രയും വിശ്വാസമൊന്നുമില്ല. പിന്നെ സിനിമാക്കാർ പൈസ ഉണ്ടാക്കും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഉണ്ടാക്കും. നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നു. തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഉണ്ടാകുന്ന എന്തും വേണ്ടി ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അതിനൊക്കെയാണ് വേണമെങ്കിൽ ഇതാണ്. അല്ലാതെ ഇവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനിടയിൽ സിനിമാ സമരമൊന്നും വലിയ കാര്യമായിട്ടൊന്നും ജനങ്ങൾ ഏറ്റെടുക്കത്തില്ല. ഇന്നത്തെ കാലത്ത് പണ്ടത്തെ ജനറേഷൻ അല്ല, ന്യൂ ജനറേഷൻ ആൾക്കാരാണ്. നല്ലപോലെ ചിന്തിക്കുന്ന ജനവിഭാഗങ്ങളാണുള്ളത്.
അന്നേരം അവർക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട് സിനിമ കാണാൻ. അവർ ആ സോഴ്സിൽ സിനിമ കണ്ടോളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ജൂണിലുള്ള സമരം തന്നെ എന്തൊരു ഒരു പരിഹാസമായ സാധനമാണ്. അതിന് വരെ നിങ്ങൾ ഏപ്രിലോ മെയിലോ സീസൺ സമയത്ത് സമരം വെച്ചാലല്ലേ വിജയിക്കത്തുള്ളൂ. ഒരു ആൾക്കാരില്ലാത്ത സമയത്ത് കൊണ്ടുവന്ന് ജൂണിൽ മഴയത്ത് കൊണ്ടുവന്ന് സമരം വെച്ചാൽ ആ സമരം ഒരു നല്ല സിനിമകൾ പോലും അന്നേരം റിലീസില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇതൊക്കെ എല്ലാവരും നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിന് ജനങ്ങൾക്ക് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് സിനിമാ സമരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോകുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ജനങ്ങളെ വെറുതെ വിഡ്ഢികളാക്കുകയും വേണ്ട. ചെയ്യുവാണെങ്കിൽ ജനങ്ങൾക്ക് നല്ല കുറേ കാര്യങ്ങൾ ചെയ്യുക. ഈ തിയേറ്ററിൻ്റെ ഫെസിലിറ്റീസ് മാറ്റുക, പരിമിതമായ ടിക്കറ്റ് നിരക്ക് വെക്കുക, അതുപോലെ തന്നെ അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെ സാമ്പത്തികം കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ സാധാരണപ്പെട്ടവൻ നന്നായിട്ട് തിയേറ്ററിൽ വന്നിരുന്ന് പടം കാണും. അന്നേരം ഈ സിനിമാ സമരത്തിൻ്റെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് ചെയ്തതാണ്. എന്തായാലും നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.